ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അനസ് മോനു വ്ളോഗ്. ഇടിച്ചക്ക ക്ലീൻ ചെയ്തെടുക്കുന്ന സമയത്ത് കൈകളിലോ കത്തികളിലോ പശയൊന്നും ആകാതെ എങ്ങനെ വളരെ പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാം എന്നും ഇടിച്ചക്ക കൊണ്ടുള്ള രുചികരമായിട്ടുള്ള തോരൻ വളരെ പെട്ടെന്ന് തന്നെ എങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. ആകെ പ്രപഞ്ചങ്ങൾക്കെന്നും നീനാദരേ, ആകെയും കാരുണ്യം നൽകും പടച്ചോനെ. ആദ്യം തന്നെ നമുക്ക് ഇടിച്ചക്ക ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇടിച്ചക്കയുടെ ഞെട്ടിൻ്റെ ഭാഗം ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒരു പേപ്പറിലേക്ക് മാറ്റി കൊടുക്കുക. അപ്പോൾ പശയൊക്കെ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് മാറിക്കിട്ടും. ഈ സമയം കൊണ്ട് നമുക്ക് കട്ടിംഗ് ബോർഡിലും കത്തിയിലും വെളിച്ചെണ്ണ തേച്ച് കൊടുക്കാം. ഇങ്ങനെ എണ്ണ തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ചക്ക കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ കത്തിയിലോ അതുപോലെ തന്നെ കട്ടിംഗ് ബോർഡിലോ ഒന്നും ഇതിൻ്റെ പശ ഒട്ടിപ്പിടിക്കുകയൊന്നും ചെയ്യില്ല. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാനായിട്ടും കഴിയും. അപ്പോൾ ഇതാ ചക്ക കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇങ്ങനെ ഒരു പേപ്പറിലേക്ക് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ തന്നെ ചക്കയിലുള്ള പശയൊക്കെ പെട്ടെന്ന് നീങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പേപ്പർ കൊണ്ട് തുടച്ചെടുത്തതിന് ശേഷം ചക്കയെ 2-3 കഷ്ണങ്ങളാക്കി ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തതിന് ശേഷം തന്നെ ഇതിൻ്റെ പുറം ഭാഗം കളഞ്ഞെടുക്കാനായിട്ട് വളരെ പെട്ടെന്ന് തന്നെ സാധിക്കും. അപ്പോൾ ഈ രീതിയിൽ ചെയ്ത് നോക്കാത്തവർ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാനായിട്ട് മറക്കരുത്. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി ചെയ്യണേ. ലൈക്ക് അടിക്കുന്ന സമയത്ത് തൊട്ടടുത്ത് കാണുന്ന ഹൈപ്പ് കൂടി പ്രസ് ചെയ്യാനായിട്ട് മറന്നു പോകല്ലേ. ഓരോ കഷ്ണങ്ങളുടെയും പുറന്തോട് ഇതുപോലെ കളഞ്ഞെടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ ഇത്രയും വലിപ്പമുള്ള കഷ്ണങ്ങളാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഈ രീതിയിലാണ് ചക്ക ക്ലീൻ ചെയ്തെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ കത്തിയിലോ കൈകളിലോ ഒന്നും ചക്കയുടെ പശ പറ്റിപ്പിടിച്ചിരിക്കില്ല. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. കട്ട് ചെയ്ത കഷ്ണങ്ങൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഈ രീതിയിൽ കട്ട് ചെയ്തെടുക്കാൻ പ്രയാസമുള്ളവർക്ക് ചക്ക ക്ലീൻ ഒന്നും ചെയ്യാതെ തന്നെ മുഴുവനായി തന്നെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് 2 വിസിലൊന്ന് അടിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ ചൂടാറിയതിന് ശേഷം ഒന്ന് തോലൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കുകയാണെങ്കിലും വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചക്ക ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും. കഷ്ണങ്ങൾ നന്നായി കഴുകിയെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ചക്ക വെന്ത് വരുന്ന ടൈം കൊണ്ട് ഇതിലേക്കുള്ള ഒരു അരപ്പ് നമുക്ക് തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് തേങ്ങ ചിരകിയതും പിന്നെ കാന്താരിമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും ചുവന്നുള്ളിയും ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഇതുപോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കടുക് ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് വറ്റൽ മുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് വേവിച്ചെടുത്ത ചക്ക ഞാൻ ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചക്ക ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർത്ത് കൊടുക്കേണ്ട ആളുകൾക്ക് ഈ ടൈമിൽ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിൽ ഉപ്പ് കുറവായിട്ട് തോന്നുകയാണെങ്കിൽ ഈ ടൈമിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് ഒരു 2 മിനിറ്റോളം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ചക്കയിൽ ചേർത്ത് കൊടുത്തിരിക്കുന്ന അരപ്പും എല്ലാം കൂടി ഒന്ന് മിക്സായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഉപ്പേരിയുടെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ രുചികരമായിട്ടുള്ള
ചക്ക വെച്ചിട്ടുള്ള ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇടിച്ചക്ക വെച്ചിട്ടുള്ള ഉപ്പേരി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും എല്ലാവർക്കും ബായ്.